ഇതിലൊരു ഇൻഡിക്കേറ്റർ ഇടാം. പക്ഷേ 2 ഇൻഡിക്കേറ്റർ കത്തുന്നുണ്ടോ? ഓക്കെ, അപ്പോൾ ഈ 2 ഇൻഡിക്കേറ്റർ കത്തുമ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനി എങ്ങനെ ഓഫ് ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ സ്വിച്ചില്ലേ, ഇവിടുത്തെ സ്വിച്ച് ജസ്റ്റ് ഒന്ന് ഓഫ് ചെയ്താൽ മതി. കണ്ടോ? ഹലോ വാട്സപ്പ് ഗൈസ്. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മളിതിൽ 4 ഇൻഡിക്കേറ്റർ ആക്കാൻ പോവുകയാണ്. അതായത് ഈ 2 ലൈറ്റും ഒരുമിച്ച് കത്തും. ഓക്കെ, ബാക്കിലും അങ്ങനെയാണ്. അപ്പോൾ ഇതിൽ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പം താക്കോലുണ്ട്, കീ വെച്ച് ബാക്ക് സീറ്റ് തുറക്കുക, അവിടെ നിന്ന് കണക്ഷൻ എടുക്കുക, ബാക്കിൽ കണക്ട് ചെയ്യുക. അത്രേ ഉള്ളൂ, സിമ്പിൾ പരിപാടിയാണ്, ഈസി ആയിട്ട് ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പോൾ നമുക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് കാണാം. ഓക്കെ, അപ്പം ഇത് സീറ്റ് തുറക്കുക. സീറ്റ് തുറന്നിട്ടുണ്ട്. ഓക്കെ, ഇപ്പം ഇത് സീറ്റ് കവൾ ഇരിക്കുന്നതുകൊണ്ടാണ് ഇപ്പോൾ സീറ്റ് ഇങ്ങനെ വന്നിരിക്കുന്നത്. അപ്പോൾ അല്ലെങ്കിൽ നോർമൽ സീറ്റാണ്. ഓക്കെ, അപ്പം ഇതിൽ നിന്ന് കണക്ഷൻ എടുക്കുക. ഇതിൻ്റെ ഇടയിൽ നിന്ന് അപ്പോൾ ഇതിൽ ഈ വൈറ്റ് ആണ് പോസിറ്റീവ്, ഇതിൽ ഗ്രീനാണ് പോസിറ്റീവ്. അപ്പോൾ ഇതിൽ 2 തവണ കണക്ഷൻ എടുക്കാൻ വേണ്ടിയിട്ട് കണക്ഷൻ എടുത്തിട്ട് നമ്മൾ ഇവിടെ കൊടുക്കണം. ഇവിടെ ജസ്റ്റ് ഒരു ഞാൻ കാണിച്ചു തരാം. സ്വിച്ച് ഇവിടെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പം ഈ സ്വിച്ച് നമ്മളിത് ഇവിടെ ഇങ്ങനെ വയ്ക്കും. ഓക്കെ, ഇവിടെ ഇങ്ങനെ കണക്ട് ചെയ്യും, അതിനുള്ള പരിപാടിയാണ്. അപ്പോൾ ഇത് എങ്ങനെയാണ് വർക്കിംഗ് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ അല്ലേ? അപ്പോൾ ഗൈസ്, അതിന് വേണ്ടി നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇവിടുത്തെ ബോൾട്ട് ഉണ്ടല്ലോ, അലാങ്കി ബോൾട്ട് ഊരി എടുക്കുക. അപ്പോൾ ഗൈസ്, നമ്മളിവിടെ ഈ ഗ്രീന് നോക്കുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പോസിറ്റീവിൽ വേണം കണക്ട് ചെയ്യുക. ഇതിൻ്റെ പോസിറ്റീവ് എന്ന് പറയുമ്പോൾ എന്താ ഇവിടെ വൈറ്റാണ്. ഓക്കെ, അപ്പം ഇതിൻ്റെ ഗ്രീനിൽ കണക്ട് ചെയ്യുക. ജസ്റ്റ് ഒന്ന് ഇറക്കി വെച്ചാൽ മതി. ഓക്കെ, ഇതാ ഇങ്ങനെ വയ്ക്കുക. ഈ സ്ലോട്ട് തിരിച്ച് അതേപോലെ വയ്ക്കുക. ഓക്കെ, ഫിക്സായി. ഇനി അടുത്തത് ഇവിടുത്തെ ഇതാണ്. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വൈറ്റാണ് ഇതിൻ്റെ ഇത്. ഓക്കെ, അപ്പം ഈ വൈറ്റിലോട്ട് ഇത് ഇറക്കി വയ്ക്കുക, ബെൻഡ് ചെയ്യുക, തിരിച്ച് ഇതുപോലെ വയ്ക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് വർക്കാവേണ്ടതാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ ചെക്ക് ചെയ്യണം. അപ്പോൾ ഗൈസ്, നമുക്കിതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇത് 2 ആണ് വയേഴ്സ്. അപ്പം ഇത് ഇടാൻ നേരത്ത് ഈ ഇൻഡിക്കേറ്റർ ഇടുക. ഫസ്റ്റ് ഒരു ഇൻഡിക്കേറ്റർ ഇടുക, പിന്നെ ഇവിടെ വരിക. ഇത് കത്തുന്നുണ്ടോ? അപ്പം ഇതും കത്തിക്കണമെങ്കിൽ ഈ 2 വയേഴ്സ് തമ്മിൽ നമ്മൾ ടച്ച് ചെയ്യണം. ഓക്കെ, ടച്ച് ചെയ്ത് കഴിയുമ്പം അത് കത്തും. കണ്ടോ, 2 ഒരുമിച്ച് എത്തണുണ്ടോ? ഓക്കെ, അപ്പോൾ ഇതാണ് സെറ്റപ്പ്. ഇനി ഇതിന് സ്വിച്ച് കണക്ട് ചെയ്ത് നോക്കാം. അപ്പോൾ ഗൈസ്, നമ്മൾ ഇവിടെ ചെയ്യാൻ പോകുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്വിച്ച് ഉണ്ടല്ലോ, ഈ സ്വിച്ച് സെറ്റിനെ നമ്മൾ ഇവിടെയാണ് ഹോൾഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇത് ഇവിടെ നിന്ന് വയർ കട്ട് ചെയ്തിട്ട് വേണം ഇതിൽ ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇത് കറക്റ്റായിട്ട് ലെന്ത് മാച്ചിങ് ആവണം. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ അവിടെ വെച്ച് കട്ട് ചെയ്യാൻ പോവുകയാണ്. ഇവിടെ വെച്ച് കട്ട് ചെയ്യാം. ഓക്കെ, അപ്പം ഇവിടെ നിന്നോളൂ. ഓക്കെ, ഇനി ഇതിനെ സ്പ്ലിറ്റ് ചെയ്യാം. അപ്പോൾ ഗൈസ്, ഇതാണ് സ്വിച്ച്. ഈ സ്വിച്ചിൽ ഈ ലെഫ്റ്റ് റൈറ്റും ഇത് കണക്ട് ചെയ്യും. ഓക്കെ, ഈ വയേഴ്സ് കണക്ട് ചെയ്യും. എന്നിട്ട് നമ്മൾ ഈ സ്വിച്ച് ഇട്ട് നോക്കും. സ്വിച്ച് ഇട്ട് നോക്കിയിട്ട് ഇത് വർക്കിംഗ് ആണോ എന്ന് ചെക്ക് ചെയ്യും. ഇപ്പോൾ നമ്മൾ ഇത് തിരിച്ച് വെച്ചിട്ടുണ്ട്. ഇതാ ഇപ്പോൾ പഴയതുപോലെ ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഞാൻ കണക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇപ്പോൾ ഗൈസ്, ഇവിടുത്തെ നിങ്ങൾക്ക് കണക്ഷൻ മനസ്സിലായല്ലോ. ഇതിൻ്റെ പോസിറ്റീവും ഇതിൻ്റെ പോസിറ്റീവും എടുക്കുക. ഓക്കെ, ഈ ഗ്രീനിൽ നിന്ന് ഇതിൻ്റെ പോസിറ്റീവ് എടുക്കുക, ഇതിൽ നിന്ന് ഇതിൻ്റെ പോസിറ്റീവ് എടുക്കുക. ഓക്കെ, അതിൽ നിന്ന് ഡയറക്റ്റ് കണക്ഷൻ ഇവിടെ വരിക. അതിൽ നിന്ന് 2 ഇത് കൊടുക്കുക. അതായത് ഇതിൽ നമ്മൾ ജോയിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കത്തും. അതേസമയം ഈ ഒരു ബ്രേക്കിംഗ് സ്വിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ളപ്പോൾ മാത്രം ഇട്ടാൽ മതി. ഓക്കെ, അല്ലാതെ വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും കത്തി കിടക്കും, അങ്ങനത്തെ ഒരു ഇതായിരിക്കും. അപ്പോൾ ഈ സ്വിച്ച് ഇട്ട് നമുക്കിപ്പോൾ കാണാം. അപ്പോൾ അതിന് വേണ്ടി ആദ്യം ഒരു ഇൻഡിക്കേറ്റർ ഇടുക. ഓക്കെ, കത്തുന്നുണ്ടോ? എന്നിട്ട് ഈ സ്വിച്ച് ഇട്ട് കൊടുക്കുക.
കണ്ടില്ലേ? ഇതിന് ബാക്കിൽ വരുമ്പോഴേക്കും രസം. സെറ്റല്ലേ? ഓക്കെ. അപ്പോൾ ഇതിപ്പോൾ ഇത്ര കണക്ഷൻ ഉള്ളൂ. ഈ കണക്ഷൻ മാത്രമാണ് ഇതിൻ്റെ മെയിൻ ടെക്നിക്ക് എന്ന് പറയാം. ഇത് ഡയറക്റ്റ് ഷോട്ടിംഗ് എന്ന് വേണമെങ്കിൽ പറയാം 4 ഇൻഡിക്കേറ്ററിൻ്റെ. അപ്പോൾ ഇതിവിടെ ജസ്റ്റ് ഒന്ന് നമ്മൾ ടാപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിവിടെ സ്റ്റിക്ക് ചെയ്ത് വെക്കണം, അതായത് ഇതിവിടെ ക്ലാമ്പ് ചെയ്ത് വെക്കണം. അപ്പോൾ അത്രേ ഉള്ളൂ ഗൈസ്. ഇത് നമുക്ക് സെറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ബാക്കി കാണിച്ചു തരാം. ഓക്കെ, ഇപ്പോൾ ഈ മോഡൽ സ്വിച്ചാണ് വാങ്ങിച്ചിരിക്കുന്നത്. ഇത് വന്നിട്ട് 30 രൂപ അടുപ്പിച്ചേ ഉള്ളൂ സാധനത്തിന്. ഓക്കെ, അപ്പോൾ ഗൈസ് ഇപ്പം ഈ സ്വിച്ച് വെച്ചിട്ടുണ്ട്. ഓക്കെ, സ്വിച്ച് ഇങ്ങനെ വെച്ച് ഇവിടെ കണക്ട് ചെയ്യുക, കറക്കുക, ഇത്രേ ഉള്ളൂ. സിമ്പിൾ പരിപാടിയാണ്. അവിടെ ടച്ച് ചെയ്തിരിക്കുക, അത്രയും നല്ലത്. ഓക്കെ, ഇപ്പോൾ ഇവിടെ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇത് ടാപ്പ് ചെയ്യണം, ഇതും ടാപ്പ് ചെയ്യണം. ഓക്കെ, കാരണം ഇങ്ങനെ വെച്ചിട്ട് ടാപ്പ് ചെയ്യുമ്പം ഇത്രയും സൂപ്പറായിട്ടിരിക്കും. അപ്പോൾ ഗൈസ് നമ്മൾ ഇതും ടാപ്പ് ചെയ്തിട്ടുണ്ട്. ഈ പോരാത്തതിന് ഇവിടെ യെല്ലോ ടാപ്പായിരുന്നു ചുറ്റിരുന്നത്, അത് ഫുൾ ബ്ലാക്ക് ആക്കിയിട്ടുണ്ട്. ഓക്കെ, അപ്പം ഇത് ഫുൾ സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് സീറ്റ് വയ്ക്കാം. സീറ്റ് ഓക്കെ. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പം നമ്മൾ മിഷൻ കംപ്ലീറ്റഡ് ആണ്. ഓക്കെ, ഇപ്പം നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പം എന്താ ഇതിലൊരു ഇൻഡിക്കേറ്റർ ഇടാം, പക്ഷേ 2 ഇൻഡിക്കേറ്റർ കത്തുന്നുണ്ടോ? ഓക്കെ, അപ്പോൾ ഈ 2 ഇൻഡിക്കേറ്റർ കത്തുമ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനി എങ്ങനെ ഓഫ് ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ സ്വിച്ചില്ലേ, ഇവിടുത്തെ സ്വിച്ച് ജസ്റ്റ് ഒന്ന് ഓഫ് ചെയ്താൽ മതി. കണ്ടോ, ഒരു സൈഡ് മാത്രം. ഓക്കെ, അപ്പോൾ അത് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് സെപ്പറേറ്റ്. ഓക്കെ, അപ്പോൾ ഇതിന് അവിടുത്തെ ഞാൻ കാണിച്ചു തരാം, നോക്കിക്കോ. ഇതിന് ഇവിടെ വച്ചിട്ട് കണ്ടോ, ഓക്കെ അല്ലേ? അപ്പോൾ ഇങ്ങനെ നമുക്ക് 4 ഇൻഡിക്കേറ്റർ സെറ്റ് ചെയ്യാം. 4 ഇൻഡിക്കേറ്റർ സെറ്റ് ചെയ്യാൻ പറ്റിയ ഏറ്റവും എളുപ്പ വഴിയാണിത്. ഓക്കെ, അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് ഗൈസ്. അടുത്തൊരു വീഡിയോ പിന്നെ കാണാം. അപ്പോൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്ത് കൊടുക്കുക. അപ്പോൾ എൻ്റെ വ്യത്യസ്തമായ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും. അപ്പോൾ ഇത് സംഭവം സെറ്റാണ്, സാധാ സിമ്പിൾ വർക്കാണ്. ഓക്കെ, അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ഓക്കെ, ബൈ.